ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പം ഈ ഇൻട്രോ എങ്ങനെയുണ്ട് ഗൈസ്? ഞാൻ എനിക്ക് കഴിഞ്ഞ ഒരാൾ രണ്ട് പേര് ഇങ്ങനെ പറഞ്ഞ ചേട്ടാ നിങ്ങൾ ആ ഫ്രണ്ടിൻ്റെ ഇൻട്രോ മാറ്റി ഇവിടെ ഭയങ്കര ശോകാന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ഇപ്പം ഇന്നെടുക്കുന്ന വീഡിയോക്ക് ഞാൻ ഹേ ഗൈസ് എന്ന് പറഞ്ഞ് തുടങ്ങണം. അത് മറ്റേ ഹലോ ബ്രിയോൺ മതിയോ? ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം? അത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഏതാണെന്നുള്ളത് നിങ്ങൾ പറയാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വീഡിയോ ചെയ്യുമ്പോഴേ കുറച്ചൊരു ഗുമ്മ വരത്തുള്ളൂ. ഏത്? അപ്പം എല്ലാവർക്കും ഹായ്. ഞാനപ്പോൾ വീണ്ടും വന്നിരിക്കുന്ന സുഹൃത്തുക്കൾ, നമുക്ക് എന്താ പരിപാടി എന്ന് വെച്ചാൽ ഇന്നൊക്കെ 1, 2, 3 കുറേ എന്തൊക്കെയൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ എണീറ്റ് വന്ന് ഫ്രഷായി റെഡിയായി ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ്. നമ്മൾ സുനീഷും അവൻ്റെ വൈഫും കൂടെ അവിടെ പാലലോട്ട് വന്നിട്ടുണ്ട്. അവർക്ക് ചെറിയൊരു ഷൂട്ടുണ്ട്. അപ്പോൾ അതിന് കുറച്ച് മൈക്കും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട്. അതാണ് നമ്മുടെ ഫസ്റ്റ് പരിപാടി. പാലലോട്ട് ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. നമുക്ക് നേരെ എന്തായാലും അങ്ങോട്ട് പോകണം. പാലലോട്ടത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവർ ബസ്സിനാണ് വന്നത്, വണ്ടിയില്ലായിരുന്നു. അപ്പോൾ റൈഡർ കപ്പിൾസാണ്, പക്ഷേ വണ്ടിയില്ല. എന്ത് ചെയ്യാനെന്ന് ആലോചിക്കണേ. ഓഹ്, സോ സാഡ്. അപ്പം തന്നെ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. ഞാൻ രാവിലെ അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് ഫുഡ് കഴിച്ചുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് കഴിക്കുന്നില്ല. അങ്ങനെ കഴിക്കുന്നത് ഓക്കെ ആണോ? ഞാൻ ചോദിക്കട്ടെ. ഇപ്പോൾ രാവിലെ ഞാൻ അത്യാവശ്യം നന്നായിട്ട് കഴിച്ചിട്ടുണ്ട്. പൊറോട്ട ആയിരുന്നു കഴിച്ചത്. എന്ന് വെച്ചാൽ ഇന്നലെ ചെറിയൊരു പരിപാടി ഉണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ ബാക്കി വന്ന് നമ്മൾ രാവിലെ ചൂടാക്കി അതായിട്ട് കഴിച്ചു. അപ്പം അത് കഴിച്ചുകൊണ്ട് ഞാൻ ഉച്ചയ്ക്കത്തെ ഒരു ജ്യൂസ് വല്ലതും കുടിച്ചാലോ എന്നൊരു പ്ലാനാണ്. അതെങ്ങനെയുണ്ട് ആ ഒരു സംഭവം? അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നല്ലതാണോ? ഇതിനെപ്പറ്റി അറിയാമെന്ന് അറിയുന്നുണ്ടെങ്കിൽ എന്നോടൊന്ന് പറയണേ. അപ്പം നേരെ പോയി ജ്യൂസും കുടിച്ചിട്ട് നേരെ പാലലോട്ട് പോകാം. അവരോട് ഒന്ന് വെയിറ്റ് ചെയ്യണം. പേരാണ് നമുക്ക് പോകണം. അതിന് പിന്നെ അത് കഴിഞ്ഞ് വേറെ പരിപാടിയുണ്ട്. ഇന്ന് കുറേ പരിപാടികളുണ്ട്. എല്ലാം നടന്നാൽ മതിയായിരുന്നു. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ സുനീഷിന് എടുത്തിട്ട് പോവാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇതിൻ്റെ യാത്രയ്ക്ക് ശേഷം നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും അല്ല ഇതിൻ്റെ മെയിൻ കോമഡിയെ. സ്റ്റുഡിയോ എഫക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ബിലേറ്റഡ് വെഡിങ് ആനിവേഴ്സറി വിഷസ്. ബിലേറ്റഡ് വെഡിങ് ആനിവേഴ്സറി വിഷസ്. നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ഞങ്ങൾ സിംഗിളാ. ഔവ്വ, ഞാൻ സാക്ഷ്യപ്പെട്ട കല്യാണമായിരുന്നു. ഇല്ല, നിർത്തില്ലടാ. ഓക്കെ, ബാ പോരുക ഗൈസ്. നമുക്ക് ചെറിയൊരു ഷൂട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടൊക്കെ ഞാൻ വരാം. ഓക്കെ ഗൈസ്, ചെറിയ പോസ്റ്റാണ് ഇവിടെ. ഞാൻ ഉദ്ദേശിച്ച സമയക്കണക്കിന് ഇത് തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഏകദേശം 4 മണി ആയിട്ടുണ്ട്. സോ എനിക്കൊന്ന് ഇനാഗുറേഷൻ കഴിഞ്ഞതിന് ശേഷം ഇനാഗുറേഷൻ പോകാമെന്നുള്ള പ്ലാനാണ്. അതേ നടക്കത്തുള്ളൂ. ഇവിടുന്ന് എപ്പോൾ കഴിയുന്നു അപ്പം നേരെ അങ്ങോട്ട് വെച്ച് പിടിക്കുക എന്നുള്ള പ്ലാനാണ്. ഇപ്പോൾ അതേ നടക്കത്തുള്ളൂ. ഇനാഗുറേഷൻ 4 മണിക്കായിരുന്നു. ഇനാഗുറേഷൻ 4 മണിക്കാണ് ഞാൻ പറഞ്ഞില്ല. അയ്യോ, ഇനാഗുറേഷൻ സംഭവം ഞാൻ പറയാതെ ഇനാഗുറേഷൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കാം. ഓക്കെ, ഇനാഗുറേഷൻ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സ്, അതായത് റണ്ണിങ് ഈഗിലും മാഡ് മാക്സ് വ്ളോഗ്സും ഇല്ലേ, മറ്റേ റൈഡേഴ്സ് കപ്പിൾസ് പണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർ കുറച്ചാണ്ട് ഒരു വീഡിയോസും ചെയ്യുന്നില്ല. അപ്പോൾ അവരൊരു കഫേ നമ്മുടെ കളമശ്ശേരിയിൽ ഓപ്പൺ ആവുന്നുണ്ട്. സോ അതിൻ്റെ ഇനാഗുറേഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ 4 മണിക്കായിരുന്നു പരിപാടി. ഇപ്പോൾ എന്തായാലും 4 മണി ആയിട്ടുണ്ട്. സോ ഇനിയിപ്പം എന്തായാലും ഇവിടുത്തെ പരിപാടി ഷൂട്ടും കാര്യങ്ങളും ഒതുക്കി എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം. എന്തായാലും ചെല്ലണം, വിളിച്ച വണ്ടി ചെല്ലണം. നമ്മൾ അവർ ഇത് രാവിലെ വിളിച്ച് ചോദിച്ചാൽ വരത്തില്ലെന്ന് ചോദിച്ചാൽ പിന്നെ നമ്മുടെ ഫ്രണ്ട്സാണ്, നമ്മൾ അത്രയും കാര്യമായിട്ട് വിളിച്ചാണ്. അപ്പോൾ നമ്മൾ പോകാണ്ടിരിക്കാൻ മോശമാണ്. കഴിഞ്ഞിട്ടാണെങ്കിലും ആ സമയത്ത് തന്നെ എപ്പോഴും നമ്മളെ ചെന്ന് നമ്മുടെ പ്രസൻസ് അറിയിക്കണം. സോ എന്തായാലും ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ വരാവേ. നല്ല പോസ്റ്റ് ഉണ്ട് ഗൈസ്. ഇവിടെ ബാൻഡറിങ് ക്യൂവിൻ്റെ തലയിൽ കുത്തമ്പിനാർ പണിതുകൊണ്ടിരിക്കുന്നത്. കുത്തമ്പിനാർ പണിതെന്ന് പറഞ്ഞാൽ പണിത് നമ്മൾ 2:30 വന്നതാ. ഇപ്പം സമയം 8:30. 5 മണിക്ക് ഇനാഗുറേഷന് പോകണമെന്ന് പറഞ്ഞിരുന്നത് ഞാനാ. 8:30. കുഴപ്പമില്ല. ഇനാഗുറേഷൻ അതിപ്പോൾ ഇനാഗുറേഷൻ ഡേ ആയതുകൊണ്ട് എന്താ പറയുക, നമുക്ക് കുഴപ്പമില്ല, എപ്പോൾ വേണം ചെല്ലല്ലോ. നോക്കി കുത്തമ്പിനാർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കുത്തമ്പിനാർ പണിയൊന്നുമല്ല ഗൈസ് പ്രശ്നം. ഞാൻ അവിടെ കുത്തമ്പിനാർ പണിയാൻ വേണ്ടി വന്നപ്പോൾ ഒരാളൊക്കെ ഉണ്ട്. ഞാൻ കണ്ടപ്പോൾ തന്നെ അറിയാമല്ലോ, നമ്മളിത് ഹെയർ സ്റ്റൈലൊക്കെ ഉള്ള നല്ല അടിപൊളിയാണ്. മറ്റേ വർഷം പറഞ്ഞാൽ തള്ളി മറിച്ചേ. പിന്നീടല്ലേ ഞാൻ അറിഞ്ഞത്, ദൈവമേ, പുള്ളിക്കാരത്തിക്ക് കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടി വരെ ഉണ്ടെന്നുള്ളത്. എൻ്റെ ക്രഷ് വെറുതെ പോയാലോ ഈശ്വര. ഞാൻ ആളെ കാണിച്ചാൽ നിങ്ങൾ സീരിയസ്ലി പറയാം. ഒരിക്കലും ഞാനതൊരു 23, 24 വയസ്സ് അത്ര ഇടന്ന് വിചാരിച്ചിട്ടുണ്ടാകും. പക്ഷെ ഞെട്ടിപ്പോയി ഞാൻ ഏതാണ്ട് പറഞ്ഞപ്പോഴത്തേക്ക്. ആളെ കാണിച്ചാലേ ക്യൂന്. നീ ഇതെങ്ങനെ എന്നാലും നിന്റെ ഭർത്താവിനും ഉണ്ടല്ലോ ക്രഷ്. എവിടെ പോയി ട്രൈങ്ങിന്റെ അതെ കോർണർ പോയി. ഇതാണ് ആള്. നോക്കിയേ, കണ്ടാ പറയുവാ ഈശ്വരാ, കണ്ടാ പറയുവാ. ഒരു കൊച്ചിന്റെ അമ്മ സന്തൂർ മമ്മി, അമ്പൂരിക്കുട്ടി. സീരിയസ്ലി നോക്കിയേ, संदूर मम्मी, तुम संदूर सुप्रालय ना? हाँ, इसलिए तुमको एज इन रिवर्स किया. नेक्स्ट वीडियो ले सच बोल रहे. तुम तो एज 21 और 23 इसलिए बोल रहे हो. നിങ്ങൾ തോന്നില്ല ഗൈസ്, നിങ്ങൾ കമന്റ് ബോക്സിൽ പറ. എത്ര एक्चुअली कितना एज? मैं 23. हैं? अगेन शॉक. 20 आ? 23. 23 आ? ഇത്ര വയസ്സ് തും ക്യോ മാരി കറിയ? ഇതൊക്കെ ചോദിക്കാനും പറയാറില്ല. ഇത്ര വയസ്സിൽ കല്യാണം കഴിക്കുന്നത് എന്തിനാണ്?
ബാക്കിയുള്ളതൊന്നും ഒരു ഇതുമില്ലേ? ഇത്ര നേരത്തെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ശരിയാവൂല. 23 कहाँ है तुम्हारा बच्चा? घर में तुम्हारे पास है? ഏതാ ഏജ് റിവേഴ്സ് ഗിയർ എന്ന് പറയുന്നത് സത്യമാണ് ഗൈസ്, സത്യമാണ്. तुम्हें डाइट प्लान है ना तुमको? नहीं कुछ भी नहीं है ना, नेचुरल. അല്ല ഏജൻ റിവേഴ്സ് ഗിയർ എന്നിട്ട് കാര്യമില്ല. 23 വയസ്സില്ല, ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞില്ല 20 വയസ്സ്. ഇതെന്ത് ഞാൻ പൊട്ടനാണ് ഏജൻ റിവേഴ്സ് ഗിയർ എന്ത് മനുഷ്യനാണ് ഈശ്വര. പോയി പോയി എല്ലാം പോയി. മമ്മി സന്തൂർ എന്റെ ക്രഷ് ചെയ്യാനെടുത്ത് പോട്ടെ, ഏതൊക്കെ വിളിക്കും പോട്ടെ. ഓക്കെ, മെയിൻ ഒരു ഇമ്പോർട്ടൻ്റ് അനൗൺസ്മെന്റ്. നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഒരു സലൂണിലാണ്. അവിടെ ഇപ്പം ക്യൂവിൻ്റെയും കിങ്ങിൻ്റെ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു, അതിനാണ്. അപ്പം ഞാൻ ചെറുതായിട്ട് ഹെയറും കട്ട് ചെയ്ത് എങ്ങനെയുണ്ട്, നൈസായിട്ടില്ലേ, വേറെ ലുക്ക് പിടിച്ചാണ്. സോ എൻ്റെ കൂട്ടത്തിൽ അടുത്ത സ്ട്രേഞ്ചർ വീഡിയോക്ക് വരുന്ന ആരാണോ? ഇപ്പം നിങ്ങളിപ്പം ചിലപ്പോൾ യൂട്യൂബിൽ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കുറേ പേർക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടാവാം, യൂട്യൂബിലും കുറച്ച് പേർക്ക് കാണുന്നവരുണ്ടാവാം. അപ്പം അതുപോലെ അതായത് അടുത്ത സ്ട്രേഞ്ചർ, അതായത് നെക്സ്റ്റ് വീക്ക് ഇപ്പം ഞാൻ വീഡിയോ ഇടുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് 7-ാം തീയതി ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. 7-ാം തീയതി കഴിഞ്ഞ് 8 കഴിഞ്ഞ് 9 10 11 12 13 ഈ ദിവസങ്ങളിൽ ആർക്കെങ്കിലും എൻ്റെ ബ്ലോഗിൽ വരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഞാൻ ഇവിടെ നിന്നൊരു സർവീസ് ചെയ്യാൻ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പം വരാനുള്ള താല്പര്യം ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും, നല്ലൊരു സർവീസ് ആയിരിക്കും ഞാൻ സെറ്റ് ചെയ്ത് തരുന്നത് നിങ്ങൾക്ക്. പറഞ്ഞിട്ട് കാര്യം, എൻ്റെ ക്രഷ് പോയില്ലേ. ഇവിടെ എന്തൊരു ഒരു സംസാരം. ഇവൻ ചോദിച്ചു അവൻ സിംഗിൾ ആണോ, അപ്പൊ ഇവൻ പറഞ്ഞു സിംഗിൾ ആണ്. അപ്പൊ അവൻ ചോദിച്ചു നമ്മൾ തമ്മിൽ ഒന്നിച്ചാലോ, അപ്പൊ ഇവൻ പറഞ്ഞു താല്പര്യമില്ല, ഇവന് ലഡ്ക്കി ചായേ. പൊറോട്ട ബീഫും പഠിച്ചു. तुम उसके साथ देने ना പൊറോട്ട ബീഫ്. അതൊന്നും വേണ്ടെന്ന് ഞാൻ അപ്പുറത്തെ കടയിൽ പോയി കഴിച്ചാൽ സ്വന്തം പൈസക്ക് മേടിച്ച് കഴിച്ചിട്ടുള്ളത്. സുനീഷൻ നിന്റെ ഭാര്യനായിരിക്കുന്നത്. മറ്റേ കൊച്ചിനോട് കൃഷി. അപ്പൊ ഇതാ സമയം ഇപ്പം 9:35. അമ്മേ, ഇപ്പോഴാണ് നമ്മൾ അവസാനത്തെ ഷോട്ട് കഴിഞ്ഞത്. എൻ്റെ അമ്മോ ഹെക്ടിക്കായി പോയി എനിക്ക്. എന്തായാലും നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഞാൻ പറയില്ല സ്ട്രേഞ്ചർ ആരാന്ന് വെച്ചാൽ നിങ്ങൾ മെസ്സേജ് അയക്കുക, ആരാണ് ലക്കി പേഴ്സൺ നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യുക. ഓക്കെ, നല്ല കിടിലൻ സർവീസ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഞാനൊരു ഇവിടെ നിന്ന് ഇറങ്ങി എടപ്പള്ളിയിൽ നിന്നൊരു പ്രോപ്പർട്ടീനെ പിക്ക് ചെയ്യണ്ട, ആ പ്രോപ്പർട്ടീനെ പിക്ക് ചെയ്ത് കളമശ്ശേരിക്ക് പോട്ടെ. അപ്പോൾ ഇവരും ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും. ഇപ്പോൾ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത് കപ്പലിൻ്റെ. ആ ഫോട്ടോ എടുത്തതിന് ശേഷം ഇവർ ഇവിടെ നിന്ന് ഇറങ്ങും. ഇവർ നേരെ ചേർത്തലയ്ക്കും പോകുന്നു, ഞാൻ നേരെ കളമശ്ശേരിക്കും പോകുന്നു. അങ്ങനെ എടപ്പള്ളി എന്നുള്ള അടുത്ത കൂക്കിനെ പൊക്കിയിരിക്കുകയാണ്. ലുക്കായിരുന്നല്ലോ. പോവാ ചാടിക്കാൻ പോവാ. നമ്മൾ എത്തിയപ്പോഴത്തേക്ക് ചെറുതായിട്ടില്ല, വലിയ രീതിക്ക് സമയം ലേറ്റായി പോയി. അവിടെ ലൈറ്റൊക്കെ ഫ്രണ്ടിൽ ഓഫ് ചെയ്ത്. വീടടിയാവും ലേറ്റായി ഉണ്ടല്ല ലേറ്റായത്. എനിക്ക് വേറെ ഷൂട്ട് ഉണ്ടായിരുന്നു, അതാണ് ചെറുതായിട്ട് ലേറ്റ് ആയി പോയിട്ടുണ്ട്. എങ്ങനെ അത് നിങ്ങളാ മറ്റേ എടുത്തിരുന്നത്? ബെസ്റ്റ്. നാളത്തേക്ക് സെറ്റ് ചെയ്യണം, അതുകൊണ്ട് ജനറേറ്ററിലൊക്കെ ഓർഡറാണ്. അമ്പോ അത് കുഴപ്പമില്ല, ഫസ്റ്റ് ഡേ അങ്ങനെയൊക്കെ വരും. കുറെ നേരം കഴിഞ്ഞാലേ ഓർഡർ ചെയ്ത സാധനം കിട്ടും. അത് കുഴപ്പമില്ല, നമ്മൾ ഏതിലും ഓർഡർ ചെയ്തോളാം. ചെറുതായിട്ടല്ലേ ഓർഡർ ചെയ്താൽ നമുക്ക് കിട്ടാൻ എളുപ്പമായിരിക്കും. അവള് പോയാടാ? അവള് പോയാ? എവിടെ ആകത്താ? ഇതാണ് മാഡ് മാക്സ് വ്ലോഗ്സ്. പണ്ടത്തെ റൈഡർ കപ്പിൾസ് ആയിരുന്നു, ഇപ്പോൾ ഒരു സ്വന്തമായിട്ട് കഫേ തുടങ്ങി. അതാണ് ഞാൻ കിട്ടും പറഞ്ഞിട്ടില്ലേ, കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ. അതാണ് നോക്കാം എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. എന്തായാലും വന്നില്ല, വന്ന സീ കഴിക്കണോ ശരിയില്ല. അവൻ്റെ വൈഫിനെ കണ്ടോ? ഇല്ലല്ല, അവളെ റൈഡറാ. നീ ബൈക്ക് ഓടിക്കും, സ്കൂട്ടി? ഓക്കെ, ആണ്ട വരുന്നത് അവരുടെ വേറെ ഗസ്റ്റിനെ ഹാൻഡിൽ ചെയ്തിട്ട് റണ്ണിങ് ഈഗിളല്ലേ? നമ്മൾ വന്ന മോഹം കാണിക്കുമല്ലോ. അങ്ങനെ വണ്ടി ഓടിച്ചു വരുന്ന 2 ആൾക്കാർ കടക്കാരായി മുതലാളിമാരായിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാർക്ക് ജോലി കൊടുത്തിട്ടുണ്ട് 2 മുതലാളിമാർ. ഇവ സംരംഭകർ. വേണ്ട പുതിയ ടീംസ് കയറുന്നുണ്ടോ?
കൊള്ളാം കൊള്ളാം നല്ലതാ. അപ്പൊ കഴിച്ചു നോക്കുക എന്നിട്ട് അഭിപ്രായം പറയാം. പറഞ്ഞു കൊടുക്ക്. പില്ലർ നമ്പർ 316. പില്ലർ നമ്പർ 316 അല്ലടാ, ജിഞ്ചർ പോണ്ട് തൊട്ട് ലുലുമള കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ജിഞ്ചർ. ആലുവന്ന് വരുമ്പോഴത്തേക്കും ടോം സോഫ്റ്റിന്റെ നേരെ ഓപ്പോസിറ്റ്. അല്ലെങ്കിൽ ലൊക്കേഷൻ കറക്റ്റ് ഉണ്ടല്ലോ. ഇതുണ്ട് ബറക്കാസ് റെസ്റ്റോ കഫേ എന്ന് പഠിച്ചാൽ മതി. 2 മണി ഉണ്ടല്ലേ വെളുപ്പിന്? 1 മണി 2 മണി വരെ. എന്താണ് ഇവിടുത്തെ സ്പെഷ്യൽ? എന്താണ് സ്പെഷ്യൽ? ഷവായ, മിസ്റ്റർ ഷവായ, നമ്മുടെ സിഗ്നേച്ചർ ഐറ്റം. ഓക്കെ. പിന്നെ മസാല നിങ്ങൾ ട്രൈ ചെയ്യേണ്ടതാണ്. ഓക്കെ. പിന്നെ മെയിൻ ആയിട്ട് അറേബ്യൻ ഫുഡ്സ്, ഷവായ, ഷവർമ, മന്തി, പിന്നെ ബിരിയാണി ഉണ്ട്. മന്തി അല്ല, ഷേക്ക് ഉണ്ടായി ഒരു അവക്കാട ഷേക്ക് കൊടുക്കുക. പിന്നെ ജ്യൂസ് മാത്രമേ ഉള്ളൂ. ജ്യൂസ് ഏത് വേണം? ഒരു ഓറഞ്ച് ജ്യൂസ് പറഞ്ഞല്ല. സോറി, അവിടെ എടുത്തില്ല, ഞാൻ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് വെച്ചാ. നമ്മളൊരു ഷവായ ഓർഡർ ചെയ്തേ. കൊള്ളാല്ലേ? നല്ല ടേസ്റ്റ്. അവള് കഴിക്കുക, മന്തി കഴിച്ചിട്ട് വന്നോളാ. എന്നിട്ട് മാക്കും മക്കളെ മാക്കും മന്തി കഴിച്ചിട്ട് വന്നോളാ. മാക്കും മക്കളെ വെട്ടിക്കിരുന്ന വഴിക്ക് പകുതി തീർന്നില്ല. നല്ല വിശപ്പെടാതില്ലേ? എല്ലാവരും ഫുൾ മന്തി അല്ലേ കഴിച്ചത്? ഹാഫ് ഒറ്റക്ക് കഴിച്ചു. ഓറഞ്ച് ജ്യൂസ് വന്നിട്ടുണ്ട്. ഈ സലാഡ് കൊള്ളാം. അതിനകത്ത് പൈനാപ്പിൾ കിട്ടുന്നു. നല്ല സലാഡ്. നല്ല ഫുഡാണ്. നമ്മൾ കഴിച്ചിട്ടൊക്കെ വരാം. കൊള്ളാം, അത്യാവശ്യം നല്ലതാണ്. പിന്നെ ഹറിബറിയുടെ ഫസ്റ്റ് ഡേ ഒന്ന് റൊട്ടേഷൻ ആയി വരാൻ ചെറിയ ഇതുണ്ടല്ലോ. അപ്പം അതിൻ്റെതായ ചെറിയ ഇതുണ്ടെന്നുണ്ട്. പിന്നെ കുറച്ച് വർക്ക് ചെയ്യുള്ളൂ. നിങ്ങൾ കഴിച്ചിട്ട് തരാം. ഓക്കെ. കഴിപ്പ് ഇരുന്ന് നടക്കല്ല. ഇത് വിളിക്കുമ്പോൾ തീർത്തോണ്ട് പോകും. എനിക്കും ചിലപ്പോൾ കിട്ടൂല. അപ്പോൾ റൈഡിൽ നിന്നും ബിസിനസ്സിലേക്ക് കയറിയ റൈഡൽ കപ്പിൾസിന് എല്ലാവിധ ഭാവങ്ങളും അടിപൊളി ഫുഡായിരുന്നു. കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. വരാം. പിന്നെ ഇനിയിപ്പോ ഓട്ടത്തിൽ തൊട്ടപ്പുറത്തല്ലേ. ഇനിയിപ്പോ എടപ്പള്ളി വരുമ്പോ വേറെ സ്ഥലം നോക്കണില്ല. അതാണ്. അതിനെ കൊണ്ട് വല്ലതും കൊടുക്കുകയാണ്. ഫുഡ് ഷവായ കൊള്ളാം. ഇവർക്ക് എന്താ അവരുടെ മയോണൈസ് അല്ലാത്ത വേറെ സാധനമില്ലേ? സലാഡ്. എന്തൊരു ചട്ടി? ഗ്രീൻ കളറായിരുന്നു അവിടെ. ഗ്രീൻ കളർ ഉണ്ട്. അത് നൈസായിരുന്നു. അതിനോട് ഇഷ്ടപ്പെട്ട്. ഓക്കെ. ഇതേപോലെ കൊണ്ടുപോകണം. ഓക്കെ. പുതിയ സാധനങ്ങളൊക്കെ ഇറക്ക്. പുതിയ ഐറ്റമൊക്കെ ഇറക്കണം. ഇനിയിപ്പം വേനൽ സമയമാണ്. അപ്പം അതിലേക്ക് എടുക്കുക, പണിയെടുക്കുക, പൈസ ഉണ്ടാക്കുക. അത്രേ ഉള്ളൂ. ആരെയും നോക്കാനില്ല, ഒന്നുമില്ല. പണിയെടുക്കുക, എന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ തന്നെ. ഓക്കെ. അപ്പൊ പോട്ടെ. ബൈ ബൈ. അവനോട് തിരക്കാണ് ഞാൻ പറഞ്ഞത്. ഒക്കെ പോട്ടെ. ശരി. നമ്മളപ്പോൾ പരിപാടിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. നൈസായിരുന്നു, കൊള്ളായിരുന്നു. ഇന്ന് സലൂണിലെ പോസ്റ്റായിരുന്നു അടുക്കത്തെ പോസ്റ്റ്. സോ സലൂണിൻ്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾ മറക്കണ്ട. അടുത്ത സ്ട്രേഞ്ചർ ഗെയിമിലുള്ളതാണത്. സോ കൊള്ളായിരുന്നു. ഓൾ ദ ബെസ്റ്റ് മാറ്റ് ബാറ്റ് ബോക്സ് ആൻഡ് റണ്ണിങ്ങിൽ അവരങ്ങനെ ബിസിനസ് സംരംഭത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഓൾ ദ ബെസ്റ്റ്. കൊള്ളായിരുന്നു. നിങ്ങളും പോയി ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ എടപ്പള്ളി കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നത് ജിഞ്ചർ ഹോട്ടലിൽ എത്തിയത് തൊട്ട് മുമ്പായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ടാണ്. കളമശ്ശേരി മുനിസിപ്പാലിറ്റി അടുത്തോടെയായിട്ടാണ് അതിൻ്റെ കട വരുന്നത്, കറക്റ്റ് ലൊക്കേഷൻ. അപ്പം ഇത്രയൊക്കെ നമ്മുടെ കുഞ്ഞു വീഡിയോ. ഇതൊക്കെ നോക്കണം. അപ്പോൾ ഇത്രയൊക്കെ നമ്മുടെ കുഞ്ഞു വീഡിയോ. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും ശ്രദ്ധിക്കും വരയ്ക്കും വണക്കം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ പ്ലീസ്. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും ശ്രദ്ധിക്കും വരയ്ക്കും വണക്കം.